ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെ തന്നെ ഗൗരവമേറിയതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്ന വൻ തട്ടിപ്പ് വെട്ടിപ്പ്. ഓഡിറ്റ് ചെയ്ത കണക്കും മന്ത്രിയും ദേവസ്വം ബോർഡും വാദിക്കുന്ന കണക്കും രണ്ടും രണ്ടാണ്. വസ്തുനിഷ്ഠമല്ല. മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും വസ്തുനിഷ്ഠമല്ല, യഥാർത്ഥ കണക്കുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. വൻ തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത്. അതില് ഗൂഢാലോചനയുണ്ട്, പണാപഹരണമുണ്ട്, കൃത്രിമ രേഖ സൃഷ്ടിക്കലുണ്ട്. അവിടെ പരിപാടികൾക്ക് വിളിക്കാത്ത ആളുകളെ വിളിച്ചതായിട്ട്, ഭജനയ്ക്ക് വിളിക്കാത്ത ആളുകളെ വിളിച്ചതായിട്ട്, അവർക്ക് പൈസ കൊടുത്തായിട്ടാണ് വൗച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൃത്രിമ രേഖയാണ്. കൃത്രിമ രേഖ സൃഷ്ടിച്ചതിനും പണാപഹരണം നടത്തിയതിനും ഗൂഢാലോചനയ്ക്കും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. നടത്തിപ്പുകാർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. വലിയ ധൂർത്തിന്റെയും വകമാറ്റി ചെലവഴിക്കലിന്റെയും തെളിവുകളാണ് ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം താമസിക്കാൻ കട്ടിലിന് 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ ഇവരെവിടെയാണ്? നേതാക്കന്മാരുടെ സുഖലോലുപത CPM പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ അവിടെ എത്ര ആളുകൾ സംബന്ധിച്ചു? ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ എത്ര? എന്നാൽ ഭക്ഷണത്തിന്, ചായക്ക്, ചോറിന്, വൈകുന്നേരത്തെ ചായക്ക് 5,000, 4,000, പങ്കെടുത്ത ആളുകൾ 1,000-ൽ താഴെ. വസ്തുനിഷ്ഠമല്ല. ഇതെല്ലാം കള്ളക്കണക്കാണ്. തട്ടിപ്പിന് വേണ്ടി ഒപ്പിച്ചെടുത്ത വൗച്ചറുകളാണ്. ആ വൗച്ചറുകൾ ആരെഴുതി, ആര് സൃഷ്ടിച്ചു? അതാണ് ഞാൻ പറഞ്ഞ കൃത്രിമ രേഖ സൃഷ്ടിക്കണം. അത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിന് ബന്ധപ്പെട്ടവരുടെ പേരിൽ കേസെടുക്കണം. ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ മറവിൽ CPM നേതാക്കന്മാരാണ് ഈ പണാപഹരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവരുടെ പേരിൽ പാർട്ടി തലത്തിലും എന്ത് പറയാനുണ്ട്? ഗോവിന്ദ മാസ്റ്റർ അതിനെക്കുറിച്ച് സത്യത്തിൽ ഉരുണ്ട് കളിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. ഈ വസ്തുതകൾ മനസ്സിലാകാത്തോണ്ടല്ല, മനസ്സിലായിട്ടും മനസ്സിലായില്ല, അതിന് മറുപടിയില്ല. മറുപടിയില്ലാത്തതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന വൻ അഴിമതി, വൻ വെട്ടിപ്പ് കണ്ടില്ല എന്ന് CPM നടിക്കുകയാണ്. ജനങ്ങൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട്. ശബരിമലയിലെ മോഷണക്കേസിൽ സ്വർണം മോഷ്ടിച്ചവരെ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുന്നു. അവർക്കെതിരെ അവർ ജയിലിൽ നിന്ന് ഇറങ്ങാൻ അന്വേഷണ റിപ്പോർട്ട്, കുറ്റപത്രം സമർപ്പിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കിക്കൊണ്ട് ഇടക്കാല കുറ്റപത്രമുണ്ട്, താൽക്കാലിക കുറ്റപത്രം സമർപ്പിക്കാം, അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടില്ല. പക്ഷെ താൽക്കാലിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾക്ക് അനായാസേന മെറിറ്റിൽ ജാമ്യം കിട്ടാത്ത പ്രതികൾക്ക് സാങ്കേതികത്വത്തിന്റെ പേരിൽ ജാമ്യം കിട്ടാൻ അവസരമൊരുക്കുകയാണ് ഗവൺമെന്റ്. സാങ്കേതികത്വത്തിന്റെ പേരിൽ ജാമ്യത്തിൽ പ്രതികൾ ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള പ്രതികളെ പോലും, കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളെ, നേതാക്കന്മാരെ ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടു, നിങ്ങൾ മാധ്യമങ്ങൾ പലവട്ടം ചോദിച്ചു. എന്നിട്ട് ആ പ്രതികളുടെ പേരിൽ ഇതുവരെയും സംഘടനാ തലത്തിൽ, CPM പാർട്ടി തലത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPM-ന് കാലതാമസം ഉണ്ടായില്ല. അങ്ങനെ പുറത്താക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു ഷോക്കോസ് നോട്ടീസെങ്കിലും നൽകാൻ നിങ്ങൾ എന്ത് ചെയ്തു? ഈ കാര്യത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയാണ്. അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ അവരുടെ റിമാൻഡ് റിപ്പോർട്ടിലും ജാമ്യം തള്ളിക്കൊണ്ടുള്ള, ജാമ്യത്തിനെ എതിർത്തുകൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ വാദത്തിലും അതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷയിലും എല്ലാം വ്യക്തമാണ്. അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് തന്നെ ലഭ്യമാണ്. എന്നിട്ട് പോലും CPM നേതാക്കന്മാര് അവിടെയും കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ പ്രതികളെ, ഇത്രയും വലിയ ഗുരുതരമായ മോഷണ കേസിലെ പ്രതികളെ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇതാ അയ്യപ്പ സംഗമത്തിന്റെ തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും സംരക്ഷിക്കുന്ന നിലപാട് CPM ആവർത്തിക്കുന്നു. അതിൽ ജനങ്ങൾ ഏറെ പ്രതിഷേധമുള്ളവരാണ്. ആ നടപടി അംഗീകരിക്കില്ല. അതുകൊണ്ട് കോടതിയുടെ നേതൃത്വത്തിൽ
കേസ് രജിസ്റ്റർ ചെയ്ത്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾ ആയവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അന്വേഷണം ആ നിലയിൽ പുരോഗമിക്കണം, അല്ലെങ്കിൽ അന്വേഷണം ആ രൂപത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ച എന്ന് മാത്രമാണ് പ്രശാന്ത് ഉൾപ്പെടെ പറയുന്നത്. ഒരു തരത്തിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥ ഈ കണക്കുകളൊക്കെ തയ്യാറാക്കിയത് ചില വീഴ്ചകൾ പറ്റി എന്നുള്ള മന്ത്രി ഇതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്ത്, പ്രശാന്ത് ന്യായീകരിക്കുകയല്ലേ. പ്രശാന്ത് എന്തിനാ അതിന്റെ ചെയർമാനായിട്ടിരുന്നത്? മുഖ്യ സംഘാടകനല്ലേ, നടത്തിപ്പുകാരനല്ലേ. അദ്ദേഹം കുറ്റം സമ്മതിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അന്വേഷിക്കണം. അദ്ദേഹത്തിന്റെ പങ്ക് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യണം. ആരാണ് ഈ കള്ള വോച്ചറുകൾ ഉണ്ടാക്കിയെന്ന് അറിയണം. ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ട്, പക്ഷെ അത് ഈ വേഗത്തിൽ ഈ ഓഡിറ്റ് നടത്തിയപ്പോൾ പറ്റിയ പിശകാണ് എന്നുള്ളത്. ഇപ്പൊ വേഗത്തിലല്ലല്ലോ ഓഡിറ്റ് നടത്തിയത്. 4 മാസമായില്ലേ, 4 മാസത്തിലേറെയായില്ലേ ഓഡിറ്റ് നടത്തുമ്പോൾ. വേഗത്തിലായിരുന്ന പിശക് വരുന്നത്. വിളിക്കാത്ത ആളുകൾക്ക്, ഭജനയ്ക്ക് വിളിക്കാത്ത ആളുകൾക്ക് പൈസ കൊടുത്തു എന്ന് ഏത് ഉദ്യോഗസ്ഥനാണ് പറയാൻ സാധിക്കുന്നത്? അതിന് വേഗതയുടെ വിഷയമുണ്ടോ? ആർക്കാ പൈസ കൊടുത്തെന്നറിയില്ലേ? ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങളാണ്. ആർക്കാ കൊടുത്തത്? അവർ സമ്മതിക്കുന്നതിന്റെ പൈസ ആർക്കാ കൊടുത്തേക്കുന്നത്? അതെ, ഒറ്റ കാര്യം പോരെ. മാർട്ടിൻ ജോർജിനെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു. മാർട്ടിൻ ജോർജ് പരിപാടിക്ക് പോകുന്നു. അതിന്റെ ചെലവ് സണ്ണി ജോസഫിനാണ് പൈസ തന്നതെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല. സംതിങ് റോങ്, സംതിങ് അല്ല മെനിത്തിങ് റോങ്. തട്ടിപ്പാണ്. അതിനാണ് കൃത്രിമ രേഖ, കള്ള വൗച്ചർ. അതാണ് കൃത്രിമ രേഖ. കൃത്രിമ രേഖയുണ്ടാക്കി പണാപഹരണം നടത്തുകയായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ആരെങ്കിലും സ്പോൺസർമാരുണ്ടെങ്കിൽ അവരുടെയും പണം തട്ടിപ്പ് നടത്തുകയായിരുന്നു. ചീറ്റിംഗ് ആയിരുന്നു, പണാപഹരണമായിരുന്നു. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അന്വേഷണത്തിന് അറസ്റ്റ് ചെയ്ത് വിധേയരാക്കണം. ദേവസ്വം മന്ത്രി ന്യായമായിട്ട് രാജിവെക്കണ്ട. സമരം ഞങ്ങളിപ്പോൾ നടത്തണോ? മന്ത്രിക്ക് ഈ കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം. ഗുരുതരമായ ക്രമക്കേടല്ലേ അദ്ദേഹത്തിന്റെ കീഴിൽ നേതൃത്വത്തിൽ നടന്ന്. ഇപ്പൊ ഇതിന്റെ ആക്ഷേപം ഉത്തരവാദിത്തം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് ദേവസ്വം മന്ത്രി കരുതുന്നുവെങ്കിൽ തെറ്റുപറ്റി. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം വളരെ പ്രകടമാണ്, സ്പഷ്ടമാണ്. രക്ഷപ്പെടാൻ കഴിയില്ല. ശരി, താങ്ക് യു. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇനി അത് പറഞ്ഞപ്പോ എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു ആന്റോ ആന്റണിക്കെതിരെ? തന്ത്രിയുടെ പൈസ വാങ്ങിയെന്നല്ലേ ഇറ്റ് വാസ് ദ എലിഗേഷൻ അല്ലേ? തന്ത്രി പൈസ നിക്ഷേപിച്ചത് ആന്റോ അവിടെ നിന്ന് വായ്പ എടുത്തു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ കഴിഞ്ഞിട്ടാണ്. 2019 ആന്റോ വായ്പ വാങ്ങുന്നു എന്ന് പറയുന്നു. തന്ത്രി വർഷങ്ങൾക്ക് ശേഷം പൈസ നിക്ഷേപിക്കുന്നു. അപ്പോൾ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അത് അദ്ദേഹം വിശദീകരിക്കണം. അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫ് മാറാൻ പോവുകയാണ്. ബെന്നി ബെഹനാൻ ആ സ്ഥാനത്തേക്ക് വരികയാണ് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഞാനും ആ വാർത്തകൾ കണ്ടു. ചില വാർത്തകൾ ഞാനും കണ്ടു. സത്യമുണ്ടോ? വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. അതും പാർട്ടി തീരുമാനിക്കും. അതൊക്കെ പാർട്ടി നേതൃത്വം, ഹൈക്കമാൻഡും കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരും ആലോചിച്ച് ഉചിതമായ തീരുമാനം. അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. എന്തോ ആലോചിക്കാം. നിങ്ങൾക്ക് ആർക്കാൻ പ്രയാസമുണ്ടോ? ഇത്ര വലിയൊരു പദവിയിൽ നിന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അത് ഒഴിവാക്കിയിട്ട് MLA ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലില്ല, അതൊക്കെ ആലോചിക്കല്ലേ. ഫ്ലെക്സ് ബോർഡ് വന്നു പേരാവൂര്. ഞാൻ പറഞ്ഞു അതെടുത്ത് മാറ്റാൻ പറഞ്ഞു, മാറ്റിട്ടു. ആ, ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞു വെക്കണ്ട. വെച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രം വെച്ച് നമുക്ക് യാഥാർത്ഥ്യം ഒരിക്കലും ഞങ്ങളാരും നിഷേധിക്കുകയായിരുന്നു.
ഈ കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു ഒരു പ്രാവശ്യം മാധ്യമങ്ങളോട് താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായിരിക്കും പാർട്ടി എന്നൊരു അദ്ദേഹം വലിയ കരുത്തരായ നേതാവല്ലേ? മത്സരിക്കുമോ? കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവാണ് കെ സുധാകരൻ. കണ്ണൂർ മത്സരിക്കുമോ? അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. തിരക്കൊന്നുമില്ല. ഒന്നിച്ചായിരിക്കും പ്രഖ്യാപിക്കാതോ ഘട്ടം ഘട്ടം? അതും ആലോചനയില്ല. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര എങ്ങനെയുണ്ട്? യാത്ര അതിഗംഭീരം. ഓരോ സ്ഥലം പിന്നിടുമ്പോഴും കൂടുതൽ ജനപങ്കാളിത്തം. കാസർഗോഡ് ചില ഉന്തും തള്ളും ഒക്കെ ഉണ്ടായത് അതൊക്കെ തന്നെ ഒരു സ്റ്റേജ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എന്താ? ഷാഫിയെ പ്രസംഗിക്കാൻ പ്രമോദ് വിളിക്കുന്നു, ഷാഫി അതിനെ തടയുന്നു. ദാറ്റ് ഈസ് ഓൾ. ഇത്ര തന്നെ. അത്രേ ഉള്ളൂ. ഷാഫി പ്രസംഗിക്കണ്ട, എന്നെ വിളിക്കണ്ട എന്ന് പ്രമോദിനോട് പറയുന്നു. ഇത് വി ഡി സതീശനെ വിളിക്കുമ്പോഴാണ് ഈ തള്ളവിടെ നടക്കുന്നത്. അപ്പൊ എന്നെ വിളിക്കണ്ടെന്നാണെങ്കിൽ അവിടെ തള്ളിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ലില്ല. ഈ ഇടത് സഹയാത്രിയിലെ പി കുഞ്ഞുമോഹനെതിരെ പരാതി നൽകിയ സ്ത്രീക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് വീട്ടിൽ വന്നു, അവരെ മൊഴിക്ക് എടുത്തു പോയി 19,000 ദിവസം കഴിഞ്ഞിട്ട് FIR കിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാലോ, CPM-ന്റെ നേതാക്കന്മാരെയും അവരുടെ താല്പര്യക്കാരെയും സംരക്ഷിക്കാനാണ് എല്ലാ കാലത്തും ഇത്തരം കേസുകൾ ഉൾപ്പെടെ കേരളത്തിലെ പോലീസ് ശ്രമിച്ചിട്ടുള്ളത്.